ആര്യൻ അനുമോളോട് പറയണം, നിൻ്റെ അമ്മ എന്ത് പാവമാണ്. അമ്പലത്തിലൊക്കെ നിൽക്കുന്ന ആ ചന്ദനക്കുറി തൊടുന്ന ആ അമ്മമാരില്ലേ, വെളുപ്പിനെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും തൊഴാനും ഒക്കെ ആയിട്ട് അമ്പലത്തിൽ വരുന്ന അമ്മമാരില്ലേ, അതുപോലുള്ള ഒരു അമ്മയാണ് നിൻ്റെ അമ്മ. എന്ത് പാവമാണ് നിൻ്റെ അമ്മ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നീ എന്ത് പണിയാണ് കാണിച്ചേ? എത്ര ഉമ്മയാണ് കൊടുക്കുന്നത്? ഒരു 12 ഉമ്മ കൊടുത്തു നീ. ഇങ്ങനെ ആരെങ്കിലും ഉമ്മ കൊടുക്കുമോ? ഒരു 1-2 ഉമ്മയെ കൊടുക്കാൻ പാടുള്ളൂ, അല്ലെ ഇത്രയും ഉമ്മ ആരെങ്കിലും കൊടുക്കുമോ? അതിൽ പറഞ്ഞത് അത് അവിടെ അമ്മയ്ക്കല്ലേ ഉമ്മ കൊടുത്തത്, അതല്ലാതെ വേറെ ആർക്കും അല്ലല്ലോ. അവിടെ അമ്മ എത്രയും ദിവസം കഴിഞ്ഞ് കണ്ടതല്ലേ, അപ്പോൾ അതുകൊണ്ടായിരിക്കും അവൾ അത്രയും ഉമ്മ കൊടുത്തതെന്ന്. അനുമോള് പറയുന്നുണ്ട്, നിനക്ക് ഇത്ര വിഷമം എന്താ? ഞാൻ നിനക്കൊന്നും അല്ലല്ലോ ഈ ഉമ്മ തന്നത്, ഞാൻ എൻ്റെ അമ്മയ്ക്കല്ലേ കൊടുത്തത്. എൻ്റെ അമ്മ എത്ര ദിവസം കൂടി ഇരുന്നാണ് ഞാൻ കണ്ടത്. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ആ സന്തോഷം കൊണ്ട് ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഉമ്മ കൊടുത്തു. നീ എന്താ അമ്മയ്ക്ക് ഉമ്മ കൊടുക്കാൻ? നീ ഉമ്മ കൊടുത്തില്ലേ? ഞാൻ കൊടുത്തു ഒരു ഉമ്മ, അല്ലാതെ ഒത്തിരി ഉമ്മ നീ ചെയ്ത കണക്ക് ഇങ്ങനെ ഇവിടെ 4 ഇവിടെ 4 അങ്ങനെ 12 ഉമ്മ ഞാൻ കൊടുത്തില്ല. അനുമോള് പറയുന്നുണ്ട്, നിൻ്റെ അമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുത്തു, ഞാൻ എൻ്റെ അമ്മയ്ക്ക് കുറേ ഉമ്മ കൊടുത്തു. ഇപ്പോൾ പ്രശ്നം എന്തായി? ഞാൻ എൻ്റെ അമ്മയ്ക്ക് സ്നേഹം കാണിക്കുന്നത് ഞാൻ ഇങ്ങനെയാണ്, ഉമ്മ കൊടുത്തിട്ടോ എന്ന് ആരെയും ചോദിക്കുന്നുണ്ട്. അന്നേരം അനുമോള് പറഞ്ഞാൽ അതെ, ഞാൻ ഇങ്ങനെ സ്നേഹം കാണിക്കുന്നത്. എത്ര ദിവസത്തിന് ശേഷമാണെന്നറിയാം ഞാൻ എൻ്റെ അമ്മയെന്ന് കണ്ടതെന്ന് അനുമോള് പറയുന്നുണ്ട്. അപ്പം അനുമോള് പറയാം പാവം. അത് കേട്ടിട്ട് ആര്യനും പറയുന്നു പാവം. ഞാനും എൻ്റെ അച്ഛന് 12 ഉമ്മ കൊടുത്തതിന് എൻ്റെ അച്ഛൻ വന്നിരുന്നെങ്കിൽ എന്ന ആര്യം പറഞ്ഞത് എണ്ണീറ്റിട്ട് അച്ഛൻ വരുമ്പോൾ ഉമ്മ കൊടുക്കുന്നത് ആക്ട് ചെയ്ത് കാണിക്കുകയാണ്. 12 ഉമ്മ തുരുതുരാന്ന് ഉമ്മ കൊടുക്കുന്നത് ആക്ട് ചെയ്യുകയാണ് ആര്യം. അനുമോള് പറയുന്നുണ്ട്, എൻ്റെ അച്ഛനാ വന്നിരുന്നെങ്കിലുണ്ടെങ്കിൽ ഞാനിങ്ങനെ ചേർത്ത് പിടിച്ച് ഇടിച്ചേനെയായിരുന്നു സ്നേഹം കൊണ്ട്. ഭയങ്കര പാവാടാ നിൻ്റെ അമ്മ. നിൻ്റെ അമ്മ എനിക്ക് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇത് വന്ന് സംസാരിക്കാൻ തോന്നി. ഞാനങ്ങനെ അവിടെ പോയി സംസാരിച്ചു. നിൻ്റെ അമ്മ വെറും പാവാടാ, പച്ച പാവമാടാന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോള് പറയുന്നത് പച്ച പാവം അല്ലടാ, പഞ്ചപാവമാണ്. അനുമോള് പറയുന്നുണ്ട്, നിൻ്റെ അമ്മയും വെറും പാവമാണ്. അന്നേരം ആര്യം പറയാം, എൻ്റെ അമ്മ വെറും പാവമാണ്, നല്ല പാവമാണ്, എനിക്കറിയാം. എല്ലാ അമ്മമാരും പാവമാണ് അല്ലോടാ. ആര്യം പറയാം, എല്ലാവരുടെയും അമ്മയെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആരാ പഞ്ചപാവമെന്ന് ഈ ബിഗ് ബോസ് ഹൗസിനകത്ത്. ഇവിടെ വന്നപ്പോൾ എല്ലാവരും പഞ്ചപാവമായിരുന്നു, പക്ഷേ ഇപ്പോഴെല്ലാവരും നോക്കി